നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് പ്യുവർ സിൽക്ക് ഫാബ്രിക് അല്ലെങ്കിൽ സാരി തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് പ്യുവർ സിൽക്ക് ഫാബ്രിക്സ് കാണുമ്പോൾ നമുക്കറിയാം നല്ല തിന്നായിരിക്കും, ഗ്ലോസി ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ സിൽക്കും പ്യുവർ സിൽക്കും അല്ലെങ്കിൽ പ്യുവർ സിൽക്കിനകത്ത് ബ്ലെൻഡായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഏതൊരാൾക്കും നമുക്ക് പ്യുവർ ആണോ ഇംപ്യുവർ ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഏതൊരു വ്യക്തിക്ക് എപ്പോഴും കാണാറുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കും. അത് പ്യുവർ ആണോ ഇംപ്യുവർ ആണോ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് എല്ലാ കസ്റ്റമേഴ്സും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, അത് പ്യുവർ ആണോ, നിങ്ങൾ എടുത്തേക്കുന്ന പ്യുവർ മെറ്റീരിയൽ ആണോ, എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് റോസ് സിൽക്ക്, പ്യുവർ സിൽക്ക്, കോട്ടൺ സിൽക്ക്, ചന്തേരി അങ്ങനെയുള്ള ഫാബ്രിക്സ് മെയിൻ പേരുകൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ പ്യുവർ സിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട്, പ്യുവർ സിൽക്ക് നല്ലൊരു മെറ്റീരിയൽ ആണ് എന്നുള്ളത്. അപ്പോൾ പ്യുവർ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള നീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുള്ള സിൽക്ക് ഫാബ്രിക്കിനെയാണ് പ്യുവർ സിൽക്ക് എന്ന് പറയുന്നത്. പ്യുവർ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ പറയും നമുക്ക് ഏറ്റവും ഫൈൻ സിൽക്കാണ്, അത് നമുക്കൊരു തീപ്പെട്ടിക്കുള്ളിൽ മടക്കി വെക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അത്രയും ഫൈൻ ക്വാളിറ്റിയിലുള്ള സിൽക്ക് ഫാബ്രിക്സ് ഒന്നും ഇപ്പോൾ റെഡിലി അവൈലബിൾ അല്ല. പക്ഷേ എങ്കിലും നമുക്ക് കിട്ടുന്ന സിൽക്ക് ഫാബ്രിക് പ്യുവർ ആണോ എന്നറിയാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഓർണമെന്റ് ആണ് റിങ്, നമ്മുടെ കയ്യിലിടുന്ന മോതിരം. ഇപ്പം ഈ മോതിരത്തിനകത്തൂടെ നമുക്കൊരു സിൽക്ക് സാരി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതാണ് അതിന്റെ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു പ്യുവർ സിൽക്കിന്റെ മെറ്റീരിയലും ഒരു കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഫാബ്രിക്സ് ആണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഇത് രണ്ടും ഞാൻ ഈ റിംഗ് ടെസ്റ്റിലൂടെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് നമ്മുടെ പ്യുവർ സിൽക്ക് ഫാബ്രിക് ആണ്. ഇതെന്റെ വെഡിങ് റിംഗ് ആണ്. ഇപ്പൊ ഈ വെഡിങ് റിംഗിന്റെ ഞാൻ ഈ സിൽക്ക് ത്രെഡ് ഈ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ഫാബ്രിക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരും, സ്മൂത്ത് ആയിട്ട് ഇറങ്ങിപ്പോരും. കണ്ടോ, ഇതാണ് സിൽക്ക്. പ്യുവർ സിൽക്ക് ആണെങ്കിൽ മാത്രമേ ഈ ഫാബ്രിക് ഇങ്ങനെ ഇറങ്ങിപ്പോരുള്ളൂ. അപ്പം അത് മാത്രമല്ല അതിന്റെ മെയിൻ ആയിട്ടുള്ളത് അതിന്റെ ടെക്സ്ചറാണ്. ടെക്സ്ചറും ഇതും രണ്ടും കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഒരു മെത്തേഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഇതിപ്പം അത് മറ്റ് ഫാബ്രിക് എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം കോട്ടൺ സിൽക്കാണ്. ഈ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കും ഏകദേശം അത്രയും തന്നെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അതുപോലെ തന്നെ ഞാൻ റിങ്ങിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. റിങ്ങിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോരില്ല. ഇത് കണ്ടോ, സ്റ്റക്കായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.